என்னை இவ்வளவு நேரம் வாய் பேசிட்டு நான் போனதுக்கு அப்புறம் சூடத்தை தூக்கி ஸ்கூட்டருக்கு அடியில் പുഷ്പ താഴത്തില്ല വേൾഡ് ഫയർ. ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവൽ. നല്ല രാത്രി 9 മണിക്ക് ഷോ നടന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ മറ്റേ ഹൈദരാബാദ്. നല്ല റിപ്പോർട്ടാണ്. 3.5 മണിക്കൂർ വേണപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, ലാഗ് വരുമെന്ന്. നല്ല റിപ്പോർട്ടാണ്. ഫഹദായാലും മറ്റേ അല്ലു അർജുൻ തകർത്തുണ്ട്. അല്ലു അർജുൻ ഫാൻസിനെ ഇഷ്ടപ്പെടുന്നില്ല. മാസ് മസാല മൂവി എല്ലാ മാസ് എലമെൻസും ഉണ്ട്. പിന്നെ അടുത്തവരാണ് ഫഹദ് മാസ് ചെയ്യാൻ വേണ്ടി തെളിയിക്കാം. എനിക്ക് കഴിഞ്ഞ പടത്തിന് പുഷ്പ 1 മറ്റേ അല്ലു അർജുൻ നാഷണൽ ക്വാളിറ്റി ആണല്ലോ. ഇതിൽ ഫഹദ് ഫാസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ അല്ലു അർജുനും അല്ലു അർജുൻ പറഞ്ഞാൽ പക്ക മാസ് മാത്രം. ഫഹദ് അങ്ങനെയല്ല, മാസും പറ്റും ക്ലാസ്സും പറ്റും, രണ്ടും പറ്റുന്ന ആളാണ്. ഫാദറിന് മാസ് പറ്റില്ലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് തെളിയിക്കുകയാണ്. എന്തായാലും പടം ഭയങ്കര ഹിറ്റായി. നല്ല ഓളാണ്. നല്ല 3.5 മണിക്കൂർ പറയുമ്പോൾ ലാഗ്. പക്ഷേ നല്ല ഡയറക്ഷനാണ്, സുകുമാറിൻ്റെ ഡയറക്ഷൻ നല്ല പറയുന്നത്. നല്ല റിപ്പോർട്ട്സാണ് എല്ലായിടത്തും. പ്രധാന പ്രശ്നം ഇവരെ മാറ്റി നിർത്തിയ കുറച്ചെങ്കിലും പടം നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് വാരിസ് കണ്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് ഫുൾ സെന്റിമെന്റ്സ്. എടാ ഏഷ്യാനെറ്റിന് എന്തോ മറ്റേ ഏഷ്യാനെറ്റിന് സ്പെഷ്യൽ ടൈംസ് കൊടുത്തിരുന്നു, മറ്റേ സീരിയലിന്റെ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. ഈ പടത്തിന് രശ്മിക വേണ്ടായിരുന്നു. രശ്മിക ഈ പടം ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. എനിക്ക് 1-ാം ഭാഗത്തിലെ നായിക അത് തന്നെ 1-ാം ഭാഗത്തിന്റെ ഒപ്പം പോരാ. ഇത് കൊള്ളൂല. ഈ പടത്തിന്റെ അന്തസ്സില്ലാതായി കളയും. ഇതുപോലുള്ള പടം മൊത്തത്തിൽ ആവറേജ് മാത്രമാണ്. പുഷ്പ ഫയറും അല്ല, പുഷ്പ ഫ്ലവറും അല്ല, പുഷ്പ ഒരു ലോലനാണ്. ഫുൾ സെന്റിമെന്റൽ ഇരുന്ന് പട്ടിയെ പോലെ മോങ്ങയാണ് പുഷ്പ. ഫുൾ ടൈം പുഷ്പ മോങ്ങലാണ്. ആ ഒരു സെന്റിമെന്റൽ സീനും ഓഡിയൻസിൽ എത്തിയിട്ടില്ല. കോമഡി ഫെയിലിയർ ആണ്, പാട്ട് ഫെയിലിയർ ആണ്, മലയാളം ഡബിങ് ഭയങ്കര ആട്ടർ ഫെയിലിയർ ആണ്. പക്ഷെ മൂവി എനിക്ക് പാർട്ട് 1 വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ അല്ലേ മൈൻഡിൽ കാണുള്ളൂ. ഓൾറെഡി ഇതിന്റെ ഒരെണ്ണം ഇറങ്ങിയതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പം ഒട്ടും ഒരു പാർട്ട് 1 വെച്ച് ഒന്നുമല്ല. മാസ് എലമെന്റ്സ് ഫാൻസിന് ആഘോഷിക്കാനുള്ള എല്ലാ ഫാൻസും ഉണ്ടാവും. പക്ഷെ അവിടെ ഓടുമായിരിക്കും, ഇവിടെ എന്തായാലും ഓടത്തില്ല. സൂപ്പർ മൂവി. സൂപ്പർ. കൊള്ളത്തില്ല. പടം പാതി വെച്ചിട്ട് ട്രാക്ക് മാറി പോണു. അതൊരു ഫസ്റ്റില് ചന്ദനക്കടത്തിന്റെ ഇതൊക്കെ വന്നിട്ട് പിന്നീട് ഫാമിലി ആയിട്ട് പടം കൊണ്ട് കൊലച്ചളഞ്ഞു. അത് 2 കൈയും കെട്ടി 2 കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? என்னை இவ்வளவு நேரம் வாய் பேசிட்டு நான் போனதுக்கு அப்புறம் சூடத்தை தூக்கி ஸ்கூட்டருக்கு அடியில் சொல்லி இல்லடா, அது சும்மாவே பத்தி எறிகிறாங்க. അല്ലു അർജുന്റെ പുഷ്പനെയും കണ്ടു. അതാണ് ഇപ്പൊ സത്യത്തിലുണ്ടായത്. പുഷ്പ 1 വാസ് പുഷ്പ. അതില് എടുത്തു പറയണ്ടായിരുന്നു, ഞങ്ങൾ വളരെ റിസ്ക് എടുത്താണ് ഈ പടം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ എറണാകുളത്ത് പോട്ടെ, നമ്മളെ 12 മണിക്ക് കയറിയ നമ്മളെ വിട്. ഞാൻ പറയട്ടെ, ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര നിർബന്ധമാണോ? അല്ലെങ്കിൽ അത് എടുക്കുമ്പോ ഒരു മെനക്കെടുത്തൂടെ? ജെന്റിൽമാൻ, അങ്ങനെ പുഷ്പ 2 ദ റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. എന്തിനാണ് ഈ സിനിമ എടുത്തത്? ഒരു കാര്യം അതെ, 2 പോട്ട് പോയി.